ഹായ്, ഞാൻ ഡോക്ടർ ധനൽ ചാർലി. ജോയിൻ്റ് തേയ്മാനത്തിന് ശാശ്വതമായൊരു പരിഹാരം മുട്ട് മാറ്റിവെക്കുന്നതാണോ എന്നുള്ളത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. ജോയിൻ്റ് തേയ്മാനത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ മുട്ട് മാറ്റിവെക്കലാണെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. അങ്ങനെ പറയുമ്പോൾ ജോയിൻ്റ് തേയ്മാനത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ജോയിൻ്റ് തേയ്മാനം പല ഗ്രേഡുകളുണ്ട്. നമ്മൾ ഏത് ലെവലിലാണ് അല്ലെങ്കിൽ ഏത് ഗ്രേഡിലാണ് നമ്മുടെ തേയ്മാനം അല്ലെങ്കിൽ നമ്മുടെ ഏജ്, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ തേയ്മാനത്തിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യൽ തേയ്മാന സമയത്ത് നമ്മൾ നമ്മുടെ ജോയിൻറ്റിനെ പലതരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിന് സപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് പെയിനും തേയ്മാനവും ഒരു പരിധിവരെ നമുക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻറ്റിലേക്കുള്ള ലോഡ് പരമാവധി കുറയ്ക്കുക. അതെങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും? നമ്മുടെ വെയിറ്റ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മളൊരു കൺട്രോൾ റേഞ്ചിലേക്ക് വെയിറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ പല ആക്ടിവിറ്റികൾ, ജോയിൻറ്റിലേക്ക് സ്ട്രെസ്സ് കൂടുതലുള്ള ആക്ടിവിറ്റികൾ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റികൾ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം തന്നെ മസിലിനെ ബിൽഡ് ചെയ്യുന്നത് വഴി ജോയിൻറ്റിലേക്കുള്ള സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ മുട്ടിന് ചുറ്റുമുള്ള മസിലുകളെ ബലപ്പെടുത്തുന്ന എക്സസൈസുകൾ നമ്മൾ വളരെ റെഗുലറായിട്ട് ചെയ്യുക. ജോയിൻറ്റിൻ്റെ ഉള്ളിലെ ലൂബ്രിക്കേഷനായിട്ട് സഹായിക്കുന്ന രീതിയിൽ നമ്മൾ ഇഞ്ചക്ഷൻസ്, ഹൈലൂറോണിക് ഇഞ്ചക്ഷൻസ് അതെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എല്ലുകളെ ബലപ്പെടുത്തുന്ന സപ്ലിമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. വൈറ്റമിൻ ഡി, കാൽഷ്യം, ഗ്ലൂക്കോസമീൻ ഇതെല്ലാം സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ജോയിൻറ്റിന്, എല്ലുകൾക്ക് ബലമേകുന്നത് വഴി തേയ്മാനത്തിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ തേയ്മാനം പ്രോഗ്രസ് ചെയ്യുന്ന സ്പീഡ് കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ആർക്കാണ് ഈ മുട്ട് മാറ്റിവെക്കൽ വേണ്ടി വരിക? തേയ്മാനം ഒരു പരിധി കഴിഞ്ഞ് ജോയിൻറ്റിലെ വേദന അസഹ്യമാവുകയോ അല്ലെങ്കിൽ കാലുകൾ വളഞ്ഞു തുടങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ശാശ്വതമായൊരു പരിഹാരം ലഭിക്കുവാൻ മുട്ട് മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ തേയ്മാനത്തിൻ്റെ ശാശ്വതമായ പരിഹാരം എന്നതിനേക്കാൾ ഉപരി തേയ്മാനത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതി. താങ്ക് യു.